ബെന്നിച്ചായ, നീ ഓർക്കുന്നുണ്ടോ? നീ ദിവാരം മാഷിന്റെ മോള് ദീപയ്ക്ക് കത്തുകൊടുത്തതും അവള് ചെന്നതങ്ങ് വീട്ടിൽ പറഞ്ഞതും അവിടെ സഹോദരന്മാരതങ്ങ് ഏറ്റെടുത്തതും ആ പാടിപ്പോഴും അവിടെ കാണും. അതൊക്കെ വിട്. ഞാനിപ്പോഴേ എന്നെ കണ്ടതിന്റെ ത്രില്ല. എത്ര വർഷമായിടാ തന്നെ ഞാൻ അടുത്തുനിന്ന് കണ്ടു. തന്റെ മകളുടെ വിവാഹത്തിനാ തന്നെ ഞാൻ അവസാനമായി ഒന്ന് കാണുന്നു. പിന്നെ വർഷത്തിലൊരിക്കലും ഒരു ഫോൺ വിളി തീർന്നു അല്ലേടാ? എടാ ബെന്നിച്ചായ, ഈ വിവാഹം എന്നൊക്കെ പറയുന്നത് ഒരുതരം ചതുരംഗ കളി പോലെ. ഒരു സമാധാനവും. വിവാഹം, ഭർത്താവ്, അച്ഛൻ, പിന്നെ മകളുടെ പഠിത്തം, അവരുടെ ഭാവി, അതിനെക്കുറിച്ചുള്ള ചിന്ത. തനിക്കറിയോ, ഞാനിന്നൊരു അപ്പൂപ്പനാ, 2 പേരക്കുട്ടികളുടെ മുത്തച്ഛൻ. അപ്പൂപ്പൻ അപ്പൂപ്പൻ കേൾക്കാൻ ഇമ്പമുള്ള വാക്ക്. എടാ, താനൊരു ഭാഗ്യമുള്ളവനാ. നല്ല പ്രായത്തിൽ സർക്കാർ ജോലി, വിവാഹം, പിന്നെ മക്കൾ, അവരുടെ വിവാഹം. യുവർ എ ലക്കി ആൻഡ് ക്ലോർ മാൻ. തനിക്കും ഇതൊക്കെ ആകാമായിരുന്നില്ലേ? നല്ല പ്രായത്തിൽ സിനിമയും സാഹിത്യവും തലയ്ക്ക് പിടിച്ച് ഒരു നല്ല ജീവിതം കൊണ്ടൊന്നും നശിപ്പിച്ചില്ലേ? ഞാനിപ്പോഴും ഓർമ്മിക്കുന്നു, പണ്ട് പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ നമ്മൾ 2 പേരും ഒരു ക്ലാസ്സിലായിരുന്നു. അവിടെ തുടങ്ങിയ സൗഹൃദം പിന്നെ പിരിയാൻ കഴിയാത്ത ആത്മമിത്രങ്ങളായി. എത്രയെത്ര യാത്രകൾ, മതിൽചാട്ടം, പ്രേമം, കള്ളുകുടി, ഓർക്കാൻ പോലും പറ്റുന്നില്ലെന്നേ. താൻ മിടുക്കനാ. അതുണ്ടെങ്കിൽ താൻ തന്റെ കാര്യം നോക്കി TTC പഠിച്ചെടുത്തു, ഒരു സർക്കാർ സ്കൂൾ അധ്യാപകനായി. ഭാഗ്യരേഖ നിനക്കനുകൂലമായിരുന്നു. പണ്ട് ഒരു നിവൃത്തിയില്ലായിരുന്നു. വീട്ടിലാണെങ്കിൽ അർത്ഥപ്പട്ടിണി. ഒരു പശുവിന്റെ വരുമാനമാണ് ആകെ ഉണ്ടായിരുന്നത്. അച്ഛനാണെങ്കിൽ ജോലിയില്ല, അമ്മയാണെങ്കിൽ രോഗി, പിന്നെ
ചേച്ചിയും ഒരു അനിയത്തിയും. കോളേജിലാണ് ആകെ ഒരു ജോഡി ഡ്രസ്സ്. നിനക്ക് ഓർമ്മയുണ്ടോ? വള്ളി പൊട്ടിയ ചെരുപ്പ് മുട്ടോണ്ട് കോളേജിൽ വരുമ്പോൾ നീയൊക്കെ കൂടി എന്നെ കൂവി നാറ്റിച്ചത്. അതൊക്കെ വിടറാ. ഈ പഴങ്കഥകളൊക്കെ അരക്കാൻ തുടങ്ങിയാൽ ഇന്ന് നാളെ കൊണ്ടും തീരില്ല. അളിയൻ ഇപ്പോഴും പൂശാറുണ്ടോ? മറ്റേ പൂശല്ല, ഈ പൂശ്. നിർത്തിയിട്ട് കുറേ വർഷങ്ങളായി. കുടുംബജീവിതത്തിൽ മദ്യം ഒരു വില്ലനാണെന്ന് കണ്ടപ്പോൾ ഞാൻ അതങ്ങ് നിർത്തി. ഗുഡ്. മദ്യം കഴിക്കാൻ തന്നെ ഞാൻ നിർബന്ധിക്കില്ല, പക്ഷേ എനിക്ക് വേണം. ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു വയോധികന്റെ മനസ്സിന്റെ വിഭ്രാന്തി, വിങ്ങൽ, അത് നിനക്കറിയില്ല. പാളിപ്പോയ പ്രപഞ്ചത്തിന്റെ വെറുമൊരു കലയാണ് ഞാൻ. കേവലം സൃഷ്ടി. കണ്ണടച്ചാൽ ചെവിയിൽ മരണമണിയുടെ ഒച്ച മാത്രമേ ഞാൻ കേൾക്കാറുള്ളൂ. മനസ്സിന്റെ വേദന പിടിവള്ളി പൊട്ടാതിരിക്കാനറിയാ ഞാൻ. ഇമോഷണൽ ആകാതറിയാ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നമുക്ക് നിന്റെ വീട്ടിലേക്ക് പോവാം. ആ പഴയ യുവത്വത്തിലേക്ക് തിരിച്ചു പോകാം. ഒരല്പസമയം വാ. എടാ ഹരി, ബൈബിളിലെ സങ്കീർത്തനത്തിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു വാചകമുണ്ട്. മനുഷ്യ ജീവിതം പുല്ലുപോലെയാണ്, വയലിലെ പൂ പോലെ അത് വിരിയുന്നു, എന്നാൽ കാറ്റടിക്കുമ്പോൾ അത് കൊഴിയുന്നു. അത് നിന്നിരുന്ന ഇടം പോലും അതിനെ ഓർമ്മിക്കുന്നില്ല. എടാ, ജീവിതം ഏറെക്കുറെ തീർന്നടാ. താൻ ഇപ്പോഴൊന്നും പോവില്ലടാ. ഞാൻ മരിച്ച് എൻ്റെ ശേഷക്രിയകളെല്ലാം കഴിഞ്ഞ് പിന്നെയും പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞ് തൻ്റെ കൈ ഞാനും നോക്കട്ടെ. തൻ്റെ ആയുർരേഖ ഉണ്ടല്ലേ? ഞാൻ പണ്ടേ പറഞ്ഞിട്ടില്ല അളിയാ, താൻ 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട് നവതിയൊക്കെ ആഘോഷിച്ച് പിന്നെ ഒരു 90-95 കഴിഞ്ഞേ പോവും. പിന്നെ ഇനി ഈ വഴിയൊന്നും വഴി വേണ്ട എൻ്റെ ചങ്ങാതിക്ക്. എന്തിനാണ് അളിയ ചത്തവന്റെ ആയുസ് വലിച്ചു നീട്ടുന്നത്? ചെറുപ്പത്തിൽ ഒരു സാഹിത്യകാരനാകണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ പിന്നെ സിനിമയിൽ ഒരു തിരക്കഥാകൃത്താകണമെന്നായിരുന്നു അടങ്ങാത്ത ദാഹം. ആ മോഹമരിപ്പച്ചയിൽ ഒരു പെണ്ണിനോട് എപ്പോഴോ അടങ്ങാത്ത പ്രണയം തോന്നി. അവൾ എന്റേതാകുമെന്ന് അവസാന ശ്വാസം വരെ ഞാൻ ഉറപ്പിച്ചു. ഒടുവിൽ അവൾ എന്നെ തേച്ചു. സാഹിത്യവും സിനിമയും എന്നെ തുടച്ചില്ല. അവിടെ നിർഭാഗ്യം എന്നെ വേട്ടയാടി. ഒന്നും ഒന്നും ഞാനായിരടാ. പത്രത്തിലെ വെറും ചരമകോളത്തിൽ ഒരു ചരമക്കുറിപ്പോടെ എന്റെ ജീവിതം അവസാനിക്കാൻ പോകുന്നു.
എൻ്റെ ബെന്നിച്ച അളിയ, ഞാൻ ഇന്നത്തെ പത്രത്തിലെ ചരമക്കോളത്തിലൂടെയാ അറിഞ്ഞത്. സോറിടാ, സോറി. അല്ലേലും ജീവനില്ലാത്ത നിന്റെ ശരീരം കാണാൻ എനിക്ക് താല്പര്യമില്ലടാ. നിന്റെ ചിരിയും നിന്റെ തമാശയും കഫം കൊണ്ട് പറഞ്ഞ നിന്റെ ആ ശബ്ദവും, അങ്ങനെയുള്ള ജീവനുള്ള ബെന്നിയാ എനിക്കിഷ്ടം. നിന്റെ ഗന്ധം, നിന്റെ സ്പർശം, നിന്റെ സാമീപ്യം, നിന്റെ ചലനം ഒക്കെ ഒക്കെ ഞാനിപ്പോൾ അറിയുന്നു. ആത്മമിത്രമേ, ഞാനും നിന്നെ പിന്തുടരുന്നു. എന്റെയും അസ്തമയം അടുത്തു എന്നുള്ള സത്യം ഞാൻ തിരിച്ചറിയുന്നു. എന്റെ ഇടനെഞ്ചിലെ 2 തുള്ളി കണ്ണുനീർ മാത്രമേ എന്റെ ആത്മമിത്രത്തിന് എനിക്ക് നൽകുവാനുള്ളൂ. എന്റെ ചങ്കായാളിയ, നിന്റെ ആത്മാവിന് 1 കോടി പ്രണാമം, 1 കോടി പ്രണാമം, 1 കോടി പ്രണാമം.